ഇന്ന് നമ്മൾ നേരെ പുഗറ്റ് എയർപോർട്ടിലാണുള്ളത്. ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് നമ്മൾ രാത്രിയാണ് ഇവിടെ എത്തിയത്. എയർപോർട്ടിൽ നമ്മൾ പുറത്തിറങ്ങി 7-Eleven കയറി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് അവിടുന്ന് ടാക്സി വിളിച്ചു നേരെ ഹോട്ടലിൽ പോയി. 2 മണിക്കാണ് നമ്മൾ ഹോട്ടലിലെത്തി. ഉറങ്ങി രാവിലെ എണീച്ച് നേരെ നമ്മളെ പ്ലാൻ ചെയ്ത പരിപാടിക്ക് ഇറങ്ങി. അപ്പോൾ നമ്മളെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ലോങ് ടൈൽ ബോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രാബി മസൂറി ടൂർ എന്ന് പറഞ്ഞൊരു ടീമിൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ ഇത് പ്രൈവറ്റ് ടൂറാണ്. നമുക്ക് 3 ഐലൻഡ് അവർ നമ്മളെ കൊണ്ടുപോകും, ഫോട്ടോസ് കാര്യങ്ങൾ എടുത്തു തരും. അങ്ങനത്തെ ഒരു പാക്കേജാണിത്. അപ്പോൾ നമ്മളെടുത്ത പാക്കേജ് ഏതാ വെച്ചാൽ ഹോങ് ഐലൻഡ് പാക്കേജാണ്. അപ്പോൾ അതിന് വരുന്ന കോസ്റ്റ് 8,900 ബാത്താണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ടൈമിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ മോർണിംഗിലെ ടൈമിങ് 8 o'clock മുതൽ 1 മണി വരെയാണ് അതിൻ്റെ ടൈം ഉള്ളത്. പിന്നെ അവർ തന്നെ സെക്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് പോയിട്ട് വൈകുന്നേരം 4 മണിക്കൊക്കെ വരുന്ന പാക്കേജും ഉണ്ട്. അപ്പോൾ നമ്മൾ മോർണിംഗിലെ പാക്കേജാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൽ മാക്സിമം 4 ആൾക്കാണ് ട്രാവൽ ചെയ്യാൻ പറ്റുക. അതേപോലെ ഒരു ബോട്ട് ഡ്രൈവറും അതേപോലെ സ്വിമ്മിങ് അറിയുന്ന ഒരാൾ നമ്മളെ കൂടെ എന്തായാലും ഉണ്ടാവും. പിന്നെ ഫോട്ടോസ് കാര്യങ്ങളും ഇവർ തന്നെ നമുക്ക് എടുത്തു തരും. അത് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അത് നമ്മളൊരു അസിസ്റ്റ് പോലെയാണ്. ഒരാൾ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഹോങ് ഐലൻഡിലേക്കാണ്. ഹോങ് ഐലൻഡ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു വൈറ്റ് സാൻഡ് ബീച്ചാണ്. അതേപോലെ മലകളുടെ ഇടയിലാണ് ഇത് വരുന്നത്. അവിടെ എത്തിയാൽ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലം, അതേപോലെ ഫുഡ് കഴിക്കണമെങ്കിൽ ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലത്തെ ഒരു കഫേ ഉണ്ട്, കോഫി ഷോപ്പ് ഉണ്ട്. നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അതേപോലെ കാടിനുള്ളിൽ കൂടെ നടക്കാനുള്ളൊരു ട്രയലുണ്ട്, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ ആണ്. അത് നിങ്ങൾക്ക് ബാക്കി വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും എന്തൊക്കെയാണ് അവിടെ വരുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഏർലി മോർണിംഗ് അവിടെ എത്തിയാൽ നമുക്ക് ആരും ഉണ്ടാവില്ല ബീച്ചിൽ. അപ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് ഫോട്ടോസ് കാര്യങ്ങൾ അത്രയ്ക്ക് ഭംഗിയായിട്ട് എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം അവിടുത്തെ വൈറ്റ് സാൻഡ് ബീച്ച് തന്നെയാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കണ്ടാലറിയാം നമ്മളെ ഫോട്ടോസും വീഡിയോസും എത്ര ഭംഗിയുണ്ടെന്ന്. അതിന് തൊട്ടടുത്തായി നല്ലൊരു ഊഞ്ഞാലിൻ്റെ ബാക്കിലായിട്ട് ഒരു ചെറിയൊരു കോഫി ഷോപ്പുണ്ട്.